അതിന്റെ 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയാൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്താൽ യഹോവയാൽ സംഭവിച്ച അനവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്നതാണ്. എല്ലാ കാര്യവും ദൈവം അറിഞ്ഞ എന്നാൽ ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ അവർക്ക് ഇത് വ്യാജം ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്, അല്ലെ അപ്പുറത്തുകാർ കൂടോത്രം ചെയ്തതാ, അല്ലെങ്കിൽ എനിക്കെതിരെ അവരെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തതാ ആയിരിക്കാം. ഏത് വിഷയമാണെങ്കിലും ചില കാര്യം ദൈവത്താൽ സംഭവിച്ചതാ. അതിലെയോ നമ്മൾ അന്ന് ചിന്തിച്ചത് യഹോവയാൽ സംഭവിച്ച ആദ്യത്തെ പോയിന്റ് നമ്മൾ അന്ന് ചിന്തിച്ചതാ. ഓർമ്മയുണ്ടെങ്കിലൊന്ന് പറ. ആർക്കും പറയാം. ഇപ്പം വീട്ടിലിരിക്കുന്നവരെല്ലാം അത് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വന്നിട്ടുള്ളവരാരേലും അന്ന് ഞാൻ പ്രസംഗിച്ചത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേരെന്തെല്ലാം കാര്യമാണ് പ്രസംഗിച്ചേക്കുന്നത്, അതെല്ലാം ഞങ്ങളിപ്പോൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പൊതുവെ പറഞ്ഞില്ലെന്നേ ഉള്ളെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ചിന്ത വന്ന് കാണും. ഇങ്ങേര് വായി വരുന്നതെല്ലാം വിളിച്ചു പറയും, അതെല്ലാം ഞങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഉണ്ടോ എന്നൊരു ചിന്ത ചിലപ്പോൾ അകത്ത് കയറി കാണാം. എന്നാൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അന്ന് പ്രസംഗിച്ചതാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതിൽ അന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇസഹാക്കിന്റെ വിവാഹം യഹോവയാൽ സംഭവിച്ചതാ. 24:50 വായിച്ചേ, നമ്മളന്ന് ചിന്തിച്ചതാ. ഉൽപ്പത്തി 24:50. ഈ കാര്യം യഹോവയാൽ വരുന്നു. ഈ കാര്യം യഹോവയാൽ വരുന്നു. മൈക്കിൽ കൂടെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കേ. ഈ കാര്യം യഹോവയാൽ വരുന്നു. ഈ കാര്യം യഹോവയാൽ വരുന്നു. യഹോവയാൽ സംഭവിച്ചു. നിന്നോട് ഗുണമെങ്കിലും. ഏത് കാര്യമാ? ഇസഹാക്കിന്റെ വിവാഹം. ഇത് യഹോവയാൽ വരുന്നെന്ന് ലാബാനും ബെതുവേലും എല്ലാം കൂടെ ചേർന്ന് പറയുക. വായിച്ചേ ഒന്നുകൂടെ. ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാര്യം യഹോവയാൽ വരിക, ഇസഹാക്കിന്റെ വിവാഹം. നമ്മൾ ആ നെടലും പൊരുളും അന്നേരം ചിന്തിച്ചതാ. ഇസഹാക്കിനെയും ക്രിസ്തുവേശുവിനെയും തുലനം ചെയ്ത് പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുക, അപ്പൊ ചിലപ്പോൾ ഓർമ്മ വരും. ഒന്ന്, ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാ, യേശു ക്രിസ്തുവും വാഗ്ദത്ത സന്തതിയാ. 2, രണ്ടുപേരുടെയും പേര് ജനിക്കുന്നതിന് മുന്നേ വെളിപ്പെടുത്തി. അബ്രഹാമിനോട് സാറായിയോടും ദൈവം ഇസഹാക്ക് ജനിക്കുന്നതിന് മുന്നേ പറഞ്ഞു അവൻ ഇസഹാക്കെന്ന് പേരിടണം. മറിയത്തോടും ദൂതൻ വന്ന് പറഞ്ഞു അവൻ യേശുവെന്ന്. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ രണ്ടുപേരുടെയും പേര്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്നിട്ടും ഇല്ല. ജെയ്സനെ ഓർക്കുന്നില്ല. ഷിനിപ്പാസ്റ്റേ കുറച്ച് കാര്യം പുള്ളി അത്രയെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. കുറച്ച് കാര്യം ഓർന്ന്. ജെയ്സനെ ഇതിങ്ങനെ ശ്രുതി പിടിക്കുന്നല്ലാതെ ഓർക്കുന്നില്ലേ? ഉണ്ട്. ലിജുവേ ഇടയ്ക്ക് വന്നില്ലെന്ന് തോന്നല്ലേ? അതാ മറ്റൊരാൾ യോഗത്തിന് പോയപ്പം തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര യോഗമായിരുന്നു. ഏത് വാക്യാ പുള്ളി കുറുവാക്യം വായിച്ചേ? ഞാൻ താമസിച്ച് എന്നതുകൊണ്ട് കേട്ടില്ല. ആട്ടെ പുള്ളി ഇടയ്ക്ക് എന്നാ പറഞ്ഞേ? ഞാൻ ഇടയ്ക്ക് ഇരുന്ന് മയങ്ങിപ്പോയത് കൊണ്ട് അതും കേട്ടില്ല. ആട്ടെ പുള്ളി എവിടെ നിർത്തിയത്? ഞാൻ നേരത്തെ പോകുന്നത് കൊണ്ട്. എങ്ങനുണ്ട്? നല്ല യോഗം. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ ഇരിപ്പും നോട്ടം കണ്ടിട്ട് മിക്കവാറും അത് തന്നെ എന്നാ
താമസിച്ച് വന്നതുകൊണ്ട് കുറുവാക്യം കേട്ടില്ല, ഇടയ്ക്കിരുന്ന് മയങ്ങിയത് കൊണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, പക്ഷേ 6:30 തുടങ്ങരുത്, കാരണം വെളുപ്പിന് എഴുന്നേറ്റ് മയക്കവാ. ഉറങ്ങിയ പാസ് അവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തത് പറയുകയും ചെയ്യും. അല്ല, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്ന ആട്ടെ. അപ്പോൾ ഒന്ന്, രണ്ടുപേരും വാഗ്ദത്ത സന്തതിയാ. ഇസഹാക്കും വാഗ്ദത്ത സന്തതി, ക്രിസ്തുവേശുവും വാഗ്ദത്ത സന്തതി. രണ്ടുപേരും ജനിക്കുന്നതിന് മുമ്പേ പേര് വെളിപ്പെടുത്തി. അന്ന് ഇതെല്ലാം വായിച്ചതാ, എന്നാലും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 17:19 വായിച്ചേ. ഉൽപ്പത്തി. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുന്നേ പേര് വെളിപ്പെടുത്തി, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. യേശുക്രിസ്തുവും ജനിക്കുന്നതിന് മുമ്പ് പേര് വെളിപ്പെടുത്തി. വായിച്ചേ മത്തായി സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചേ. 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. ജനിക്കുന്നതിന് പേര് വരെ വെളിപ്പെടുത്തി. സ്തോത്രം. അതാണ് ക്രിസ്തുവേശുവും ഇസഹാക്കും തമ്മിൽ താരതമ്യ പഠനം നടത്തുമ്പോൾ മൂന്നാമത്തെ ഒരു ചിന്ത, രണ്ടുപേര് ഏകജാതൻ എന്നാ അവരെ പരാമർശിച്ചു. ഏകജാതൻ. ഇസഹാക്കിനെ പറ്റിയും ഏകജാതൻ എന്ന അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവേശുവിനെ പറ്റിയും വായിക്കുന്ന ദൈവത്തിന്റെ ഏകജാതൻ എന്ന ആ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ആ 22:2 ഒന്ന് വായിച്ച. 22:2. മൈക്കിൽ കൂടെ വായിക്കും സിസ്റ്ററെ. വായിച്ചോ. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ കണ്ടോ, ഏകജാതൻ. ഇസഹാക്കിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഏകജാതൻ എന്നാ. നമ്മുടെ അരുമനാഥനാകുന്ന ക്രിസ്തുവേശുവിനെ പറ്റിയും കൊടുത്തിരിക്കുന്നത് ഏകജാതൻ. അറിവുള്ള വാക്യം, മനപ്പാടം ആ വാക്യം നിങ്ങൾ പറഞ്ഞേ. ഉറക്കെ പറ. അതാ റെഫറൻസ് ഒന്ന് പറഞ്ഞു വായിച്ചേ. ആ വാക്യം എടുത്ത് വായിച്ചേ. വായിര്. ആരുടെ 16? യോഹന്നാൻ 3:16. അയ്യോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏകജാതൻ കണ്ടോ. അപ്പൊ ഇസഹാക്കിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഏകജാതൻ, അബ്രഹാമിനോട് ബന്ധത്തിൽ. നമ്മുടെ അരുമനാഥനാകുന്ന മിശിഹാ തമ്പുരാനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഏകജാതൻ, ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവറിയിൽ എന്നെ തേടി വന്നല്ലോ. ആമേൻ. ദൈവത്തിന്റെ പാപയാഗമായി കാൽവറിയിൽ എന്നെ തേടി വന്നല്ലോ. അപ്പോൾ ഏകജാതൻ, കർത്താവും ഏകജാതനാ. അടുത്തത്, രണ്ടുപേരുടെയും ജനനം സ്വാഭാവികമായിട്ട് വളരെ വ്യത്യസ്തമാണ്. സ്വാഭാവിക ജനനമുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ അവർക്ക് തലമുറ ലഭിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇസഹാക്കിന്റെയും യേശുക്രിസ്തുവിന്റെയും ജനനം സ്വാഭാവിക നിലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അബ്രഹാമിന് വയസ്സ് 99 ആകുന്നു. സാറാമ്മയ്ക്കോ? നിങ്ങള് സ്ത്രീകൾ പലരും കൃത്യം വയസ്സ് പറയത്തില്ല. എന്നാലും സാറായുടെ കാര്യം പറ. നിങ്ങളുടേത് പറയണ്ട. ആരാണ്ട് ഇവിടെ നിന്ന് ഞരങ്ങുന്നു? സ്തോത്രം.
അടുത്ത ഞായറാഴ്ച വരുമ്പോൾ പറഞ്ഞാൽ മതി, ഒരു അവധി തരിക. രണ്ടുപേർക്കും വാർദ്ധക്യ സഹജമായ അപാകതകൾ, ബലഹീനതകൾ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് ഒരു തലമുറയെ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചത്. അബ്രഹാം ആദ്യം ചിരിച്ചു, സാറാമ്മ പിന്നെ ചിരിച്ചു. ഇനി ഞാൻ ഗർഭവതിയാകുമോ, അതിന്റെ ആ ടൈം കഴിഞ്ഞു, ഇതൊക്കെ ആ ചിന്ത. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും പറയും ഇനി നടക്കത്തില്ല, വിടുതൽ കാണത്തില്ല, ഇനി അതിലൊരു നീക്കുപോക്കില്ല, ഇതോടെ തീർന്നു, നാടൻ ഭാഷ പറഞ്ഞ് അസ്തമിച്ചു, നശിച്ചു, രക്ഷപ്പെടെ. അതൊക്കെ ലോകം പറയും. പക്ഷേ ദൈവം പറയുന്നത് നിന്നെ വിടിവിക്കും, നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവത്തിൽ വിശ്വസിച്ചോണം. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചോണം. ഈ അവിശ്വാസമുള്ളവന്റെ കൂടെ നടന്ന നമ്മുടെ വിശ്വാസവും കൂടെ അയ്യോ പോകും, തീർച്ചയായിട്ടും പോകും. അങ്ങനെയുള്ളവരുടെ കൂടെ അധികം സഹകരിക്കാതിരിക്കുന്നതാ. പിണങ്ങണ്ട. എന്തോ ഉണ്ട് എത്ര ചോദിച്ചിട്ട് അങ്ങ് നടന്നേക്കണം. നിൽക്കരുത്. നിന്നാ അവൻ പിടിച്ചു നിർത്തി. സ്തോത്രം. അഥവാ നീ നിന്നാൽ നിന്റെ അകത്തെ വിശ്വാസം അവന് കൊടുത്തേച്ചേ പോരാവൂ. അല്ലാതെ അവൻ്റെത് മേടിച്ചോണ്ട് വീട്ടോട്ട് വന്ന് വെച്ച്, ഓ തങ്കമ്മ ഞാൻ ഇനി പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് അവറാച്ചനെ കണ്ട, അവറാച്ചൻ ഓരോ കാര്യം പറഞ്ഞതൊന്ന് കേൾക്കണം. അയാൾ 50 കൊല്ലമായിട്ട് പെന്തിക്കോസില്ല, അയാൾ ഓരോ ചരിത്രം പറഞ്ഞത് കേൾക്കണം. ഞാനിനി അങ്ങോട്ടും ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള അവറായുടെ കൂടെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാ. സ്തോത്രം. വിശ്വാസമുള്ളവൻ്റെ കൂടെ നടക്കണം, നിനക്കും വിശ്വാസം ഉണ്ടാകും. പ്രത്യാശ ഉള്ളവൻ്റെ കൂടെ നടക്കണം, നിനക്കും പ്രത്യാശ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും പ്രാർത്ഥിക്കും. ആരാധിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും ആരാധിക്കും. വചനം ധ്യാനിച്ച് ചിന്തിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും അങ്ങനെ തന്നെയാകും. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യത്തിൽ ഒരു പദമുണ്ട്, ജ്ഞാനികളോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകുമെന്ന. പ്രൈസ് ദി ലോർഡ്. പ്രശ്നക്കാരുടെ കൂടെ നടന്നാലോ എപ്പോഴും പ്രശ്നമാ. കടയിൽ കയറിയപ്പോൾ അവിടെ പ്രശ്നം, മീൻ മേടിക്കാൻ ചെന്നപ്പം അവിടെ പ്രശ്നം, വണ്ടി നന്നാക്കാൻ ചെന്നപ്പം അവിടെ പ്രശ്നം, ബന്ധുക്ക വീട്ടിൽ ചെന്നപ്പം അവിടെ പ്രശ്നം, കല്യാണത്തിന് ചെന്നപ്പം അവിടെ പ്രശ്നം, വിരുന്നിന് ചെന്നപ്പം അവിടെ പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലര് പ്രശ്നക്കാരാ. സ്തോത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. ഇസഹാക്കിന്റെയും ക്രിസ്തുയേശുവിന്റെയും ജനനം സ്വാഭാവിക ജനനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അബ്രഹാം സാറായും വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളും അപാകതകളുണ്ട്. പക്ഷെ അത് ലോകം നോക്കുമ്പോൾ സാധ്യതയില്ല. പക്ഷെ ദൈവത്താൽ ഇതെല്ലാം സാധ്യമാണ്. ഞാൻ പുതിയ പാട്ടുകൾ എനിക്ക് ചിലത് അറിയത്തില്ല, എന്നാൽ ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. പിന്നെ ചിലത് അറിയാൻ മേലാത്ത കൊണ്ടായി പാടാത്ത. ഒരു പാട്ടിൻ്റെ ആ വരി എനിക്കിഷ്ടമാണ്. എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. എനിക്കത് പാടാൻ അറിയാൻ മേല. നിങ്ങൾക്കറിയാൻ ഒരു വരി ഒന്ന് പാടിക്കേ. അതല്ല, എന്റെ മോനറിയാം. എന്റെ ദൈവത്താലെല്ലാം സാധ്യം. ആഴിമേൽ നടന്നു, അഗ്നിയിലിറങ്ങി, എന്തിടാതെ. അത് തന്നെ, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. നമ്മുടെ കർത്താവിനാൽ സകലത് സാധ്യമാണ്. നീ മനോഭാരത്തോടായിരിക്കും രാവിലെ എന്നെ കേൾക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. ആരോടും പറയാത്ത തിങ്ങി വിങ്ങുന്ന വേദനകളുമായി വന്നെങ്കിൽ അവന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, നിന്റെ ദൈവത്താലെല്ലാം സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെട്ടു പോകരുത്. ഞാൻ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങളും അങ്ങനെ ചിലർ ചെയ്യും, സ്തോത്രം ചെയ്തോണം. വീട്ടിൽ നടക്കുമ്പോഴും മടി നടക്കുമ്പോഴും വണ്ടിയിലിരിക്കുമ്പോഴും അടുക്കളയിൽ നീ പെരുമാറുമ്പോഴും എല്ലാം അങ്ങ് സ്തോത്രം ചെയ്തോണം. സ്തോത്രം ചെയ്തോണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില വിഷയങ്ങൾ ഹൃദയത്തിൽ വേദനയോട് വരുമ്പോൾ അങ്ങ് സ്തോത്രം ചെയ്തോണം. സ്തോത്രം 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 സ്തോത്രം. ഭാരം അങ്ങ് മാറും. അപ്പുറത്തുകാരി ചിലപ്പോൾ കേൾക്കും, പറയും മട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഇന്നലെ വരെ വലിയ കുഴപ്പം,
ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങാണ്ട് പോയ ഇച്ചിരി ഇളക്കമാണെന്ന് തോന്നുന്നു. അതിരുന്നോ അല്ല, ഇച്ചിരി നമുക്ക് ഇച്ചിരി വട്ടം ഉണ്ടല്ലോ അല്ലേലും. സ്തോത്രം. പൊതുവേ നമുക്ക് ഇച്ചിരി, പിന്നെ നമ്മളെ ചെല്ല് പറയുന്ന വട്ടന്മാരെന്നാ, ആ വട്ടം പോകുന്നെന്ന്. അത് നല്ലതാ, ഇച്ചിരി വട്ടമുണ്ട് നമുക്ക്. സ്തോത്രം. ഇച്ചിരി വട്ടില്ലാതെ ജീവിക്കാനും, പിന്നെ സ്തോത്രം അന്ന് സ്തോത്രം ചെയ്തേക്കണം. ഒരു കുഴപ്പവും നിനക്ക് വരികയല്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവും സ്വാഭാവിക നിലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കന്യകയാ ഗർഭിണിയായിരിക്കുന്നത്. യേശുക്രിസ്തുവും ഇസഹാക്കും താരതമ്യ പഠനം. സ്തോത്രം. രണ്ടുപേരും ആ വിധത്തിൽ ജനിച്ചതാണ്. അടുത്ത ഒരു ചിന്ത, നാലാമത്തത്, രണ്ടുപേരും നിന്ദിക്കപ്പെട്ടു സ്വന്തക്കാരാൽ. ഇശ്മായേല്, ഹാഗാർ, അവർ രണ്ടുപേരും കൂടെ ചേർന്ന്, വിശേഷിച്ച് ഇശ്മായേല് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇസഹാക്ക് പരിഹാസിയ, നിന്ദിക്കുക. നമ്മുടെ കർത്താവിനെയും സ്വന്തക്കാരെല്ലാം നിന്ദിച്ചു, ആക്ഷേപിച്ചു, അപമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിനെ ആക്ഷേപിച്ച ലോകമാണ്, യേശുക്രിസ്തുവിനെ അപമാനിച്ച ലോകമാണ്, യേശുക്രിസ്തുവിനെ പരിഹസിച്ച ലോകമാ. നിന്നെ വിടുവോ? ദൈവം തമ്പുരാനെ പോലും വെറുതെ വിട്ടില്ല. പിന്നെ ആ യശയാപ്രവചനത്തിലെ ഭാഷാപ്രയോഗത്തിൽ വെച്ച് പറഞ്ഞ പുഴുവായ നിന്റെ കാര്യം അവിടുത്തെ പരിഹസിച്ചു. പക്ഷെ അവിടുന്ന് അതെല്ലാം ശാന്തമായിട്ട് സഹിച്ചു. നമ്മളും അത് തന്നെ ആയിരിക്കണം മാതൃക. യേശുക്രിസ്തു ഒന്നിനും എതിര് പറഞ്ഞില്ല. എന്തുവാടാ നീ എന്നെ വിളിച്ച ബെയൽസബൂലെന്നോ? എന്നാൽ അത് തെളിയിച്ചിട്ട് ഉള്ളു. പിശാചാടാന്ന് പറഞ്ഞ് ചാടി മാന്തി കീറിയൊന്നുമില്ല. ഏതായാലും നീ എന്നെ പിശാചെന്ന് വിളിച്ചതാ. എന്നാൽ പിശാചിന്റെ സ്വഭാവം അവൻ്റെ കണ്ണും മുന്നിയെല്ലാം മാന്തി കീറി. യേശു ഒന്നും വേണ്ടി വേശ്യാപുത്ര എന്ന് വിളിച്ചു. അന്ന് DNA ടെസ്റ്റ് നടത്തിയിട്ടേ ഉള്ളത് ആരുടെയാന്ന് തെളിയിച്ചിട്ട് യേശു അതിനൊന്നും പോയില്ല. നമ്മളായിരുന്നല്ലോ, ഞാൻ കുറെ നാളായി പോട്ടെന്ന് നീ കൊത്തി ഞങ്ങളുടെ ഒരു അമ്മ എന്നോട് പറഞ്ഞതാ, ഞാനും ഒന്ന് രണ്ട് പേര് എന്നെ പറഞ്ഞതാ, എൻ്റെ അച്ഛൻ ഒഴിച്ച് ആരെന്നെ തല്ലിയാലും ഞാൻ തിരിച്ചു തല്ലുവന്ന്. ഒരമ്മ, ഇപ്പോഴും ഉണ്ട് അമ്മ, എന്നോടാ പറഞ്ഞത്. എൻ്റെ അപ്പൻ ഒഴിച്ച് എന്നെ ആര് തല്ലിയാലും ഞാൻ തിരിച്ചടിക്കുമെന്ന്. പക്ഷെ അമ്മ ഇപ്പം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയല്ല കേട്ടോ. അമ്മയുടെ ആയ കാലത്തെ കാര്യമാണ് പറഞ്ഞ്. അമ്മ തല്ലിയിട്ടുമുണ്ട്. അമ്മയുടെ തല്ലുകൊണ്ട് എത്ര എണ്ണമുണ്ട്. പ്രഗത്ഭന്മാർ വരെ പേര് പറഞ്ഞാൽ ഇപ്പം അലോഗ്യം ഉണ്ടാകും. ഈ തിരുവല്ല പട്ടണത്തിലെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ കടന്നുപോയി. പുള്ളിയാ പറഞ്ഞത്, പുള്ളിക്കാരി ഇടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, മിനിഞ്ഞാന്നാ അത് മനസ്സിലായെന്ന്. കാരണം കുനിച്ചു നിർത്തി അമ്മ മിടിക്കുക. ഈയിടെ ഞാൻ അമ്മയെ കാണാൻ പോയി. ഇപ്പോഴും അമ്മ അത്ര മോശമല്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഒന്നിനും പ്രതികരിച്ചില്ല. വേശ്യാപുത്രാന്ന് വിളിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. എന്നാ തെളിയിച്ചിട്ടേ ഉള്ളൂ. നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബെയൽസബൂലിനെ കൊണ്ട, ഒന്നും പ്രതികരിച്ചില്ല. ഒരുത്തൻ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്, നിനക്ക് ഭൂതമുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു എനിക്ക് ഭൂതമാണെന്ന്. പറയട്ടെ, പ്രതികരിക്കരുത്, മിണ്ടരുത്. നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടെന്ന് തോന്നില്ലയോ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്? അതാരാ പറഞ്ഞത്? എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പ്രതികരിക്കരുത്. സ്തോത്രം. യേശുവാ നമ്മുടെ മാതൃക. യേശുവാ മാതൃക. കന്നത്ത് അടിച്ചു. പണ്ട് അവിടുന്ന് അപ്പം നുറുക്കി കൊടുത്തതാ. ആ അപ്പം തിന്നവൻ, അവിടുന്ന് കൊടുത്ത അപ്പം തിന്നവനാ ആ കൈ കൊണ്ട് അടിച്ചു. ചവണ കൊണ്ട് മുഖത്തെ രോമം പിടിതെടുത്തു. ശാന്തമായിട്ടതെല്ലാം നിന്ന് സഹിക്കുക. മുൾക്കിരീടം അവിടുത്തെ തലയിൽ അടിച്ചിറക്കി. ഒന്നും പ്രതികരിച്ചില്ല.
സ്തോത്രം. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാ.